ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം കഴിഞ്ഞിനി നമ്മൾ മാർച്ച് മാസത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ 2025 മാർച്ച് മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം മഹാശനി മാറ്റം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങളാണ് മഹാശനി മാറ്റത്തിലൂടെ അനുഭവത്തിൽ വരാൻ പോകുന്നത്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് മഹാശനി മാറ്റത്തിന് ശേഷമുള്ള ഒരു 3 മാസക്കാലം അല്പം ദോഷകരമായിരിക്കും. അത് പ്രധാനമായി എടുത്തു പറയേണ്ടത് പൂരം, ഉത്രം, മകം ഈ 3 നക്ഷത്രക്കാർക്കായിരിക്കും പ്രധാനമായി അല്പം 3 മാസക്കാലം, മഹാശനിമാറ്റത്തിന് ശേഷമുള്ള 3 മാസക്കാലം വളരെയധികം സൂക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും സൂക്ഷ്മത വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഗജകേസരി യോഗം വരാൻ പോവുകയാണ്. ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം ഇതൊക്കെ ഒരേ തോതിൽ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഒരു യോഗം കൂടിയാണ് ഗജകേസരി യോഗം. സമ്പത്ത് അതിപ്രസരമുണ്ടാവുകയും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞത് തന്നെ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അത് വേണ്ട എന്ന് വെച്ചത് ആയ കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഇവിടെ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യമാണ് വരുന്നത്. അത് മഹാശനിമാറ്റത്തിൻ്റെ കാര്യം കൂടാതെ തന്നെ പറയുകയാണ്. മാർച്ച് ഓരോ മാസവും ഓരോ നക്ഷത്രക്കാർക്ക് അല്പം ഭാഗ്യാനുഭവങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ 8 ഭാഗ്യശാലികളായ മാർച്ച് മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഗജകേസരി യോഗ രൂപത്തിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നത് മറക്കാതിരിക്കുക. ആദ്യത്തെ നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് പരിഹസിച്ചവരും പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും എല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യം ഈ മാർച്ച് മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. വളരെ നല്ല ജീവിത ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഈ മാർച്ച് മാസം. കൂടാതെ ഈ ഒരു ഫെബ്രുവരി 26 ശിവരാത്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹം കൂടി ഈ ഒരു സമയങ്ങളിൽ നിങ്ങളിലേക്ക് ഉണ്ടാകും എന്നതിൽ സംശയവും വേണ്ട. ഒരു വഴിത്തിരിവുണ്ടാകുന്ന സമയം തന്നെയായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം. ദുഃഖ ദുരിതങ്ങളൊക്കെയും ഒഴിയുകയും തൊഴിൽ അല്ലെങ്കിൽ ധനപരമായി വളർച്ചയുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഗജകേസരി യോഗമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇല്ലാത്തത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾക്ക് ധനമില്ലെങ്കിൽ ധനം കയ്യിലേക്ക് വരും. സ്ഥായിയായ ഒരു ജോലി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ജോലി ലഭിക്കും. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നീങ്ങി വിവാഹം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം വളരെയധികം ഭാഗ്യദായകമാണ്. രണ്ടാമത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരുള്ള ഭവന ഈ മാർച്ച് മാസം എല്ലാ സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെയും അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് ഒഴിയുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസം. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും തീരുന്ന സമയമാണ്. ജീവിതം വഴിത്തിരിവുണ്ടാവുകയാണ്. വഴിത്തിരിവിന് കാരണമാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് പെടുകയും പുതിയതായി ചില ആളുകളെ പരിചയപ്പെടാൻ സാധിക്കുകയും അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടമായി മാറുകയും ചെയ്യുന്നതാണ്. ധനപരമായ പ്രശ്നങ്ങളൊക്കെ മാറും. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുകയും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു കാണുകയും ചെയ്യുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം. കാർത്തികയാണ് മൂന്നാമത്തെ നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ശിവരാത്രിക്ക് ശേഷം നല്ല സമയമാണ്. അതുകൂടാതെ ഇപ്പോൾ അതിലേറെ ഭാഗ്യമായിട്ടാണ് മാർച്ച് മാസം കടന്നു വരുന്നത്. ഗജകേസരി യോഗമാണ് മാർച്ച് മാസത്തിൽ. സൗഭാഗ്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും എന്നതാണ് പറയേണ്ടത്. അതായത് നിങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ, മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള നിങ്ങളുടെ ജീവിതം മാറ്റമാണ് സംഭവിക്കുന്നത്. മാർച്ച് മാസത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും അത്ഭുതം എന്നോണം നടക്കും. അതായത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളാണ് കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം തുറന്ന് വരുന്നത്. ജീവിതം പച്ച പിടിക്കുന്ന ഒരു സമയം, ആകെ ഗതി പിടിക്കാതെ ആകെ വിഷമത്തിൽ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ഗതി പിടിക്കുന്ന പച്ച പിടിക്കുന്ന ഒരു സമയം ഈ ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും നമ്മൾ ഓരോ മാസത്തിൻ്റെ പ്രത്യേകത, അതായത് മാർച്ച് മാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗജകേസരി യോഗം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇരട്ടി നേട്ടങ്ങൾ, അതായത് ഇപ്പോൾ ഭാഗ്യം തന്നെയാണ്, അതിനേക്കാട്ടി ഏറെ ഭാഗ്യവുമായിട്ടാണ് അടുത്ത വരാൻ പോകുന്ന മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ഈ വരുന്ന മാർച്ച് മാസം.
അടുത്ത നക്ഷത്രം പുണർദമാണ്. പല പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് കഴിഞ്ഞു പോയത്. ഫെബ്രുവരി പകുതി വരെ അത് തന്നെയായിരുന്നു. പക്ഷേ ശിവരാത്രിക്ക് ശേഷം ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളുടെ ആ ഒരു കാഠിന്യം നിങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്. അത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെയും മാറിക്കഴിഞ്ഞു. മാർച്ച് മാസം ഒരു പ്രശ്നവുമില്ലാത്തൊരു സമയം തന്നെയായിരിക്കും. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ശിവരാത്രിയോട് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും. ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസം വരെ വേണ്ടിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറിക്കഴിഞ്ഞു. ഈ മാർച്ച് മാസം നേട്ടത്തിൻ്റെയാണ്. കാരണം ഗജകേസരി യോഗമാണ് 8 നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്, അതായത് മാർച്ച് മാസത്തിൽ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ മഹാശനിമാറ്റം കൂടി വരുന്നതിനാൽ തന്നെ മാർച്ച് മാസത്തെ ജ്യോതിഷ ലോകം വളരെയധികം പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. 2025 അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് അടുത്തത് പുണർന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല നേട്ടത്തിൻ്റെ സമയം കൂടിയാണ് മാർച്ച് മാസത്തോടെ എത്തുന്നത്. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. ആർക്കോ വേണ്ടി ജീവിക്കുക എന്നൊരവസ്ഥയായിരുന്നു. അതായത് ഒന്നും അങ്ങോട്ട് ശരിയാകാത്തൊരവസ്ഥ. ആകെ അലഞ്ഞു തിരിഞ്ഞ് ഇനി എന്തെങ്കിലും ആകട്ടെ, മുന്നോട്ട് പോകട്ടെ, ജീവിതമല്ലേ, പോകുന്നവരെ പോകട്ടെ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥ. അത് 2024 അത് തന്നെ 2025 മാറുമെന്ന് വെച്ചിട്ട് ജനുവരി ഫെബ്രുവരി ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ വിഷമിക്കേണ്ട, മാർച്ച് മാസം നേട്ടത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥനകളുടെ ഫലം കാണാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. ശത്രുദോഷം കൊണ്ടാണ് വലിച്ചിലുകൾ ഉണ്ടാക്കുന്നത്. വിളിച്ചുചൊല്ലി പ്രാർത്ഥന, മറ്റ് പ്രാക്കുദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണീർ, കമ്പേർന്ന്, നാവേർ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയും മാറുക. സ്വയം മാറും, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളാൽ ചെയ്യേണ്ട കാര്യം ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. ഈ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അത് പ്രാർത്ഥനയുടെ ഫലം എന്നോണം മാർച്ച് മാസം വളരെ നല്ല സമയമാണ്. എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോയി ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് മാർച്ച് മാസം. അടുത്ത നക്ഷത്രം പൂയമാണ്. ദോഷാനുഭവങ്ങൾ മാറി നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് വരുന്ന മാർച്ച് മാസം. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ഒരു വസ്തു തിരിച്ചു കിട്ടും. അതായത് ഒന്നുകിൽ അത് കയ്യിലുണ്ട്, പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന രീതിയിൽ നിങ്ങൾ അതിനെ ചേർത്ത് നിർത്തുകയാണ്. ഇപ്പോൾ വസ്തുക്കളാകാം, അല്ലെങ്കിൽ മനുഷ്യരെ തന്നെയാകാം, അല്ലെങ്കിൽ സ്വർണ്ണാഭരണം, എന്തെങ്കിലും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നിയിട്ട് നമ്മൾ അതിനെ വളരെയേറെ ചേർത്ത് നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് കരുതിയ ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടേതായി സ്വന്തമായി മാറുന്ന സമയം കൂടിയാണ് മാർച്ച് മാസം. ഭാഗ്യദോഷം ഉണ്ടായിരുന്നു, ആ ദോഷം മാറിക്കിട്ടുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസം. ഉയർച്ചയിലേക്ക് നീങ്ങാനായി സാധിക്കുന്നതാണ്. എല്ലാ മേഖലകളും, അതായത് സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് മേഖലയിലാണോ കൈവെക്കുന്നത്, അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമാണ് ഒരു തൊഴിൽ, ചെറിയൊരു തൊഴിൽ, അല്ലെങ്കിൽ തയ്യലിന് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോകാം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ അവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും. അതായത് ഈ ഒരു സമയം ഏത് മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാലും അത് വിജയമായി നിങ്ങൾക്ക് ഭവിക്കേണ്ട സമയമായതിനാൽ തന്നെ ചെറിയൊരു കാര്യമാകട്ടെ, വലിയൊരു കാര്യമാകട്ടെ, ഏത് ചെയ്താലും അത് ശോഭനമായ ഒരു ഭാവി നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായി സാധിക്കുന്ന സമയമാണ്. കാരണം ഗജകേസരി യോഗം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ഈ 8 നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യം. ഇവരെന്ത് ചെയ്താലും അത് ഭാഗ്യത്തിലായിരിക്കും. നാശം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുകയില്ല എന്ന് സാരം. അപ്പോൾ ഈ വരുന്ന മാർച്ച് മാസം, അതായത് അടുത്ത മാസം, വളരെയധികം നേട്ടമാണ് വരാൻ പോകുന്നത്. മഹാശിവരാത്രി കഴിഞ്ഞിരിക്കുന്നു, ഇനി മഹാശനിമാറ്റം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം, മാർച്ച് മാസം, വളരെയധികം പ്രത്യേകതകളുള്ള സമയമായതിനാൽ പ്രതീക്ഷിച്ചതിലപ്പുറം ഭാഗ്യാനുഭവങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും തേടിയെത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ 8 നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം കൂടി ഉള്ളതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും.